വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിൽ 1/2 കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. കാർ ഓടിച്ച കണിയാമ്പറ്റ പച്ചിലക്കാട് പുത്തൻപീടികയിൽ 23 വയസ്സുകാരനായ ഹർഷിദ്, അഭിരാം എന്നിവരാണ് പിടിയിലായത്. ഹർഷിദാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും മാതനെ റോഡിലൂടെ വലിച്ചിഴച്ചത് അഭിരാമാണെന്നും പോലീസ് പറഞ്ഞു. മാനന്തവാടി പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത്. മാനന്തവാടി പയ്യമ്പള്ളി കൂടൽക്കടവ് ചെമ്മാട് കോളനിയിലെ 50 വയസ്സുകാരനായ മാതനാണ് ക്രൂരതയ്ക്കിരയായത്. മാനന്തവാടിയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ കൂടൽക്കടവ് ജംഗ്ഷനിൽ ഞായറാഴ്ച വൈകിട്ട് 5:45ഓടെയാണ് സംഭവം നടന്നത്. ചുവന്ന മാരുതി സെലോറിയോ കാറിലും മറ്റൊരു വെള്ളക്കാറിലുമായി കൂടൽക്കടവ് ചെക്ക് ഡാം സന്ദർശിക്കാനെത്തിയ 2 സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഇടപെട്ടതിനാണ് മാതനെ വിനോദസഞ്ചാരികൾ ആക്രമിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഒരു കാറ് ചെക്ക് ഡാമിൽ നിന്ന് മടങ്ങി മാനന്തവാടി പുൽപ്പള്ളി റോഡിൽ കൂടൽക്കടവ് ജംഗ്ഷനിൽ പാർക്ക് ചെയ്തു. ഇതിൽ നിന്നിറങ്ങിയ ഒരാൾ വാക്കേറ്റത്തിൽ ഏർപ്പെട്ട കാറുകാരെ എറിയാൻ കല്ലുമായി റോഡരികിൽ നിലയുറപ്പിച്ചു. അടുത്തുള്ള കടയിലുണ്ടായിരുന്ന മാതൻ ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ ഇടപെട്ടു. മറ്റേ കാറ് കൂടി എത്തിയതോടെ വീണ്ടും വാക്കേറ്റമായി. എറിയാൻ ശ്രമിച്ചയാളിൽ നിന്ന് കല്ല് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച മാതൻ്റെ വലതുകൈ കാറിൻ്റെ വാതിലിനിടയിൽപ്പെട്ടു. ഈ കാർ മുന്നോട്ടെടുത്തു. കാറിലുള്ളയാൾ മാതൻ്റെ കൈ കൂട്ടിപ്പിടിക്കുകയും ചെയ്തു. ഇതോടെ മാതനെ വലിച്ചിഴച്ച് കാറ് മുന്നോട്ട് നീങ്ങി. നാട്ടുകാർ ഒച്ചവെച്ചിട്ടും ശ്രദ്ധിക്കാതെ 1/2 കിലോമീറ്റർ പോയ കാറ് മാതനെ ദാസനക്കര ജംഗ്ഷനിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. അരക്ക് താഴെയും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ മാതനെ പിന്നാലെ എത്തിയ നാട്ടുകാരാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. വലിച്ചിഴച്ച കാറിന് പുറകിൽ വന്ന കാറിലുണ്ടായിരുന്നവരാണ് വീഡിയോ പകർത്തിയതും. ഇത് പ്രചരിച്ചതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്. സംഭവത്തിൽ ഹർഷിദിനെ മുഖ്യപ്രതിയാക്കിയ മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസിൻ്റെ KL 52 H8733 ചുവന്ന നിറത്തിലുള്ള മാരുതി സെലോറിയോ കാറിലാണ് മാതനെ വലിച്ചിഴച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ മുഖ്യപ്രതി ഹർഷിദിൻ്റെ കണിയാമ്പറ്റയിലെ വീട്ടിൽ നിന്ന് കാർ കണ്ടെത്തി. പിന്നീട് മാനന്തവാടി സ്റ്റേഷനിൽ എത്തിച്ചു. മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. തന്നോട് എന്തിനാണ് ഈ ക്രൂരത കാട്ടിയതെന്ന് ചോദിക്കുകയാണ് മാതൻ. കാറിൽ റോഡിലൂടെ വലിച്ചിഴക്കപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ കൂടൽക്കടവ് ചെമ്മാട് കോളനിയിലെ മാതൻ ആശുപത്രിയിലിരുന്നാണ് ഇത് ചോദിക്കുന്നത്. പണം ഞങ്ങൾ തരും. കൂടൽക്കടവ് ചെക്ക് ഡാമിൽ കുളിക്കാനെത്തിയവരാണ് പ്രശ്നങ്ങളുണ്ടാക്കിയതെന്നാണ് വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന മാതൻ പറഞ്ഞത്. ബഹളം കേട്ട് പോയി നോക്കിയതാണ്, ഒന്നും ചോദിച്ചില്ല. അടുത്തെത്തിയപ്പോഴേക്കും എന്നെ വലിച്ചിഴച്ച് കൊണ്ടുപോകുകയായിരുന്നു. റോഡിലിട്ട് വലിച്ചിഴച്ചപ്പോൾ ശരീരത്തിലെ തൊലി ഉരിഞ്ഞുപോയി. അരക്കു താഴെയും സാരമായി പരിക്കേറ്റ മാതനെ നാട്ടുകാരാണ് വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.